ജംഇയ്യത്തുൽ ഉലമ അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രസ്ഥാനമല്ല. പലരും മനസ്സിലാക്കുന്നു സമസ്ത ഈസ് ഈക്വൽ ടു പ്രസിഡന്റ് ആണെന്ന്, പലരും മനസ്സിലാക്കുന്നു സമസ്ത എന്നത് ജനറൽ സെക്രട്ടറി ആണെന്ന്, പലരും മനസ്സിലാക്കുന്നു സമസ്ത എന്നത് ഒരു ട്രഷറർ ആണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെന്ന്. അങ്ങനെയല്ല, മറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത് അത് അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിത ധവള കുങ്കുമ പതാക നമ്മോട് പറയുന്നത് അത് സിറാത്തുൽ മുസ്തഖീമിന്റെ മഹിതമായ ആശയ ആദർശമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്ന കാര്യമാണ് സമസ്തയുടെ ആശയമെന്ന് മനസ്സിലാക്കരുത്. മറിച്ച് മഹാനായ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അവരൊക്കെ വരച്ചു കാട്ടിയ പാന്താവാണ് യഥാർത്ഥ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് തിരിച്ചറിയാനുള്ള തന്റെ ഇടം പ്രിയപ്പെട്ട ജാമിഅയുടെ പ്രവർത്തകരെ നമുക്കുണ്ടാവണം. അതുകൊണ്ട് ആരെന്തൊക്കെ പറഞ്ഞാലും ആ സമസ്തക്ക് പിന്നിൽ അടിയുറച്ചു നിൽക്കുക, പാറ പോലെ അടിയുറച്ചു നിൽക്കുക. എന്താണ് ശംസുൽ ഉലമ കാണിച്ചു തന്നത്? എന്താണ് കണ്ണിയത്ത് ഉസ്താദ് കാണിച്ചു തന്നത്? എത്ര വലിയ പണ്ഡിതന്മാരുണ്ടെങ്കിലും ആ സംരംഭത്തിന്റെ ഉദ്ഘാടനം അത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കണം. പാണക്കാട്ടെ കുട്ടികളെ അവഗണിച്ചുകൊണ്ട് ഒരു സമസ്തയുമില്ല, ഒരു സംരംഭവുമില്ല എന്ന് വളരെ ദീർഘവീക്ഷണത്തോടുകൂടെ നമ്മുടെ നേതാക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സമസ്തക്ക് പിന്നിൽ പാറ പോലെ അടിയുറച്ചു നിന്നുകൊണ്ട് നമ്മുടെ അഭിവന്യ നായകൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർ സയ്യിദുൽ ഉമ്മയാണ്, ഉമ്മത്തിന്റെ നായകനാണ്, ഉമ്മത്തിന്റെ അഭിവന്യ നായകനാണ്. ആ നായകന്റെ പിന്നാലെ അടിയുറച്ചു നിന്നുകൊണ്ട് ജാമിഅ എന്ന മഹിതമായ ഈ സംരംഭത്തെ നമ്മുടെ അഭിമാനത്തിന്റെ ഭാഗമായി, നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗമായി ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുക. എന്ന് പറയപ്പെട്ട പോലെ ആരുടെ മുമ്പിലും പതറാതെ ചിതറാതെ ഉമ്മത്തിനെ നമ്മുടെ പൂർവികർ നയിച്ച പോലെ എല്ലാ ഖൈറുകളും മഹാനായ ശംസുൽ ഉലമ വരച്ച വഴിയിലാണ്, മഹാനായ ചെറുശ്ശേരി ഉസ്താദ് വരച്ച വഴിയിലാണ്, മഹാനായ കാളമ്പഴി ഉസ്താദ് വരച്ച വഴിയിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജാമിഅക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവുക എന്ന് മാത്രം സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് സർവശക്തനും ജഗനിയന്താവുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതുവരെ പറഞ്ഞതും കേട്ടതും വലത് തോളിൽ റഖീബ് എന്ന മലക്കിനാൽ എഴുതപ്പെട്ട് നാളെ പരലോകത്തെത്തുമ്പോൾ വലത്തെ കയ്യിൽ ലഭിക്കുന്ന ഗ്രന്ഥത്തിൽ വായിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.